ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ടുലിപ്പ് ഗാർഡൻ കാണാൻ പോയപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് മഞ്ഞപ്പാടം. നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ മഞ്ഞപ്പൂക്കൾ പൊതിഞ്ഞ് നിൽക്കണം. എന്ത് ഭംഗിയായിരുന്നു എന്ന് കാണാൻ വേണ്ടിട്ടോ. ഒരു പരവതാനി വിരിച്ചതുപോലെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഇറങ്ങി കണ്ടു, നമ്മൾ പോന്നു കേട്ടോ. ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. ആരെങ്കിലും വന്ന് കണ്ട് ചീത്ത പറയും. നമ്മളവിടെ കണ്ടിട്ട് നമ്മളെ നേരെ നമ്മൾ ടുലിപ്പ് ഗാർഡനിലോട്ട് വിട്ടുട്ടോ. എങ്കിലും ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമുക്കാണ് നേരിട്ട് ചെന്നാൽ ടിക്കറ്റ് കിട്ടും കേട്ടോ. നമ്മൾ നേരിട്ട് ചെന്നാണ് വാങ്ങിച്ചത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ പൊന്നെ, നമ്മൾ ഈ സിനിമയിൽ ആ പാട്ടില്ലേ, ആ പാട്ട് പോലെ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയുക കാണാനായിട്ട്. പല കളറിൽ, അയ്യോ ഇഷ്ടംപോലെ കളറിൽ, മഞ്ഞയും ചുവപ്പും വയലറ്റും വൈറ്റും റെഡും ഓറഞ്ചും, അങ്ങനെ ഇഷ്ടംപോലെ കളേഴ്സിൽ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. നമ്മൾ ആദ്യമായിട്ടാണ് യു കെയിൽ വന്നിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ. എന്തോ 9 ലക്ഷം എങ്ങാണ്ട് പൂക്കൾ അവരവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. കാണാൻ ഭയങ്കര പിന്നെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തൊരു പാർട്ടായി, കണ്ടു, ഇഷ്ടമായി. നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തേ, ഒരു 3-4 മണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അത് കാണാനായിട്ട്. ഭയങ്കര രസമാണ് കാണാൻ. അതിന് ഡേറ്റ് എന്തോ തീരാറായിട്ടുണ്ട്. ആകെ 10 ദിവസം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. ആരെങ്കിലും പോകാതിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണണം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സായിപ്പോവും. ഇനി നമുക്കത് കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഓപ്പൺ ആവണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ആവണം. അപ്പോൾ ആരെങ്കിലും കാണാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കേട്ടോ. ഇത് നമ്മൾ നോർഫോക്ക് ടുലിപ്പ് ഗാർഡനിലാണ് പോയത്. അതിനുശേഷം ഇറങ്ങുന്നവർക്ക് റീഫ്രഷ്മെൻറ്റ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടേതായ എന്തോ കൊയറും പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു നമ്മൾ കണ്ടിട്ട് പോകുന്നത്.